അമിതവണ്ണം വ്യായാമത്തിലൂടെ കുറച്ച് കൃത്യമായ പരിശീലനം നേടി സഫാൻ എന്ന അധ്യാപകൻ ഓടി. ഉത്കണ്ഠയുള്ള ജീവിതത്തിൽ നിന്ന് മോചനം എന്ന സന്ദേശവുമായിട്ടാണ് 37 കിലോമീറ്റർ ഓടിത്തീർത്തത്. നമുക്കിപ്പം അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുണെ, വലിയൊരു സന്ദേശമാണ് സഫാൻ എന്ന ഈ അധ്യാപകൻ നൽകിയതല്ലേ? അതായത് ഉത്കണ്ഠയുള്ള ജീവിതത്തിൽ നിന്ന് മോചനം എന്നൊരു വലിയ സന്ദേശവുമായിട്ടാണ് ഈ 37 കിലോമീറ്റർ അദ്ദേഹം ഓടിത്തീർത്തത് അല്ലേ? വലിയൊരു നേട്ടം തന്നെ. ജയലക്ഷ്മി, നമ്മുടെ ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് തന്നെയാണ് PMSA ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ സഫ്വാന് പറയാനുള്ളത്. കാരണം സഫ്വാനെ സംബന്ധിച്ച് ഒരുപാട് തിരിച്ചടികളോ അല്ലെങ്കിൽ അത്തരത്തിൽ വിഷമിച്ചിരിക്കേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ആരോഗ്യപരമായി തന്നെ 100 കിലോയിന് മുകളിൽ ഭാരമുണ്ടായിരുന്നു. അവിടെയൊക്കെ മനസ്സുകൊണ്ടൊന്നും തളർന്നിരിക്കാതെ തന്നെ തിരിച്ചെത്തി അതിലൂടെ തന്നെ ഒരു സന്ദേശം കൂടി നൽകുകയാണ് എന്നുള്ളതാണ് സഫ്വാൻ ചെയ്തത്. 37ാം പിറന്നാളിന് 37 കിലോമീറ്റർ ഓടി മാരത്തണിൽ പങ്കെടുക്കുന്നുണ്ട്. ഉത്കണ്ഠകളോട് വിട പറഞ്ഞേക്കൂ എന്നാണ് പറഞ്ഞത്. ഫ്രീ ഫ്രം ആൻസൈറ്റി ലൈഫ് എന്ന സന്ദേശവുമായാണ് ആ അധ്യാപകൻ ജീവിതത്തിലൂടെ തന്നെ ഒരു പാഠം എല്ലാവർക്കും മാതൃകയാക്കാനുള്ളത് നൽകിയത്. അങ്ങനെ ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് സ്വന്തം ജീവിതം കൊണ്ട് എന്തെല്ലാം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് തന്നെ മറ്റുള്ളവർക്കും അനുഭവങ്ങളും മാതൃകയും ആകാം എന്ന് തന്നെയാണ് ഈ അധ്യാപകൻ കാണിച്ചു തന്നിരിക്കുന്നത്. രാമനാട്ടുകര മുതൽ മലപ്പുറം വരെ മിഡിൽ ഹിൽ വരെ 37 കിലോമീറ്റർ ആണുള്ളത്. അതാണ് ഓടി പൂർത്തിയാക്കിയത്. ഈ ചമങ്കട ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപകൻ കൂടിയാണ്. എന്തായാലും പലർക്കും ഇത്തരത്തിൽ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നത് എന്നെ പോലുള്ളവർക്കൊക്കെ ഒരു മാതൃകയാവട്ടെ എന്നുള്ളത് തന്നെയാണ് സഫ്വാന്റെ കാഴ്ച നമ്മൾ എന്തായാലും പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അരുണെ, ഈ അമിതവണ്ണമുള്ള ആളുകൾക്കൊക്കെ പൊതുവെ കോൺഫിഡൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പ്രചോദനം തന്നെയാണ് ഈ ഒരു അധ്യാപകൻ. അദ്ദേഹം ആ വണ്ണം കുറച്ചു. 37ാമത്തെ വയസ്സിൽ 37 കിലോമീറ്റർ ഓടി അദ്ദേഹം ഒരു മാതൃക കൂടി കാണിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയ കയ്യടി അർഹിക്കുന്നു ഈ അധ്യാപകൻ.